ഓം ഹരിശ്രീ ഗണപതയേ അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. സർവഭക്ത മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവഭക്ത മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് രാമായണം വായിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ശ്രീരാമനെ രാജ്യാഭിഷേകം നടത്താൻ ഇങ്ങനെ തീരുമാനിച്ചു. ആ വിവരം കൗസല്യാമ്മയടുത്തും സൗമിത്രടുത്തും ഒരു പൂമാൻ ചെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് ഒരു നിർമ്മലമായൊരു മാല്യവും ആ പൂമാന് കൊടുത്തു കൗസല്യാമ്മ. എന്നിട്ടോ തനയന് അഭ്യുദാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതായത് മക്കൾക്ക് നന്മ വരാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും അമ്മമാരങ്ങനെയാണല്ലോ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അതുകൊണ്ട് കൗസല്യയും തനയാ അഭ്യുദയാർത്ഥമായി തനയൻ മകൻ ശ്രീരാമന് വേണ്ടി അഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ. അമ്മ ദേവി മഹാമായ ഭഗവതി അമ്മ എല്ലാ മക്കൾക്കും വേണ്ടി എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കണം. മക്കൾ എങ്ങനെയും ആയിക്കോട്ടെ, എന്തായാലും മക്കളുടെ നന്മയ്ക്ക് അമ്മമാരെല്ലാം മറ്റാരാ പ്രാർത്ഥിക്കുക? നമുക്കെല്ലാവർക്കും ഒരേ ഒരു അമ്മ ദേവി ഭഗവതി മഹാമായയാണല്ലോ, പരാശക്തിയാണല്ലോ. ആ പരാശക്തിയെ നമ്മൾ എല്ലാവരുടെയും അമ്മയാണ്. അപ്പോൾ ആ അമ്മയെടുത്താ പ്രാർത്ഥിക്കേണ്ടേ. ഭഗവതിയെന്നോ ദുർഗയെന്നോ ഭദ്രകാളിയെന്നോ ഏത് നാമത്തിലും ഒരേ ഒരു അമ്മയെ നമുക്കുള്ളൂ ലോകത്ത്. അത് പല രൂപത്തിലും ഓരോ പേരോടുകൂടി അവിടെ അവിടെയൊക്കെ ദുർഗയെന്നും ഭദ്രകാളിയെന്നും അംബികയെന്നും മൂകാംബിക, ലക്ഷ്മി, ഭഗവതി, സരസ്വതി എന്നൊക്കെ പറയുന്നതെല്ലാം ഓരോരോ പേരുകളാണ്, ഓരോരോ രൂപത്തിൽ. യഥാർത്ഥത്തിൽ ഏകമായ അമ്മ പരംപിതാവിൻ്റെ ഭാര്യ ഒരേ ഒരു പരാശക്തിയേ ഉള്ളൂ, ആ അമ്മ തന്നെ. അതുകൊണ്ടല്ലേ മഹാത്മാക്കൾ ലോകമാതാവ് ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇന്നടത്ത് അമ്മയെന്നോ ഇന്നടത്ത് ദേവി ഒന്നും പറയാം, കാരണം ദേവി ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്ക് ഏകമായി തന്നെ പ്രാർത്ഥിക്കാം. അല്ലാത്തൊരു ഇന്നടത്തെ ദേവിക്ക് ശക്തിയുണ്ട് മറ്റേ ദേവിക്ക് അങ്ങനെ പറയാം, അത് അറിയില്ലായ്മ കൊണ്ടാണ്. ഈ ദേവി ഒന്നേ ഉള്ളൂ, പിതാവും മാതാവും ഏകമാണ്, ഒന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്തിയ വണങ്ങി വാണിയിടിനാൾ. അമ്മേ നീ തന്നെ ആശ്രയമുള്ളൂ, മകന് നന്മ കൊടുക്കാനും എല്ലാം അമ്മേ അവിടുന്ന് രക്ഷിക്കണമേ. മകന് വേണ്ടിയായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൗസല്യാമ്മ. അപ്പോൾ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്ര അഭിഷേകം കഴിച്ചിടും എന്നുമേ കേകയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദശരഥ മഹാരാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൈകേയിയാണ്. അതാണ് പുത്ര അഭിഷേകം കഴിച്ചിരുന്നത്. ഇപ്പോൾ കൗസല്യാമ്മയുടെ മകനാണ് ശ്രീരാമൻ. പക്ഷെ കൈകേയിക്ക് എന്താ ഉള്ളിലിരിപ്പൊന്നും അറിയാൻ പറ്റത്തില്ല. ഭരതൻ മകനാണല്ലോ. അപ്പോൾ ശ്രീരാമൻ അഭിഷേകം ചെയ്യുമ്പോൾ കൈകേയിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിക്കൂടാതില്ലല്ലോ. അതുകൊണ്ട് ഈ കൗസല്യാമ്മ പറയുന്നു, സത്യസന്ധനായ രാജാവാണ് ദശരഥൻ. പുത്രാഭിഷേകം കഴിക്കുമ്പോൾ കേകയപുത്രി വശഗതനാകയാൽ അത്രമാത്രം കേകയപുത്രിയോട് ഈ ശ്രീരാമൻ ദശരഥ മഹാരാജൻ അത്രമാത്രം ഇഷ്ടമാണ്. കാമുകനും കാമുകി അത്രമാത്രം എല്ലാ ഭാര്യമാരിലും ഇഷ്ടമാണെന്ന് ഇത് വായിച്ചാൽ മനസ്സിലാക്കുന്നത്, അല്ലാതെ എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് പുത്രാഭിഷേകം കഴിച്ചിടുന്നുമേ കേകയപുത്രി വശഗതനാകയാൽ. അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം വശഗതൻ അവർ പറഞ്ഞതുപോലെ കേൾക്കും എന്നുള്ളതല്ലേ. മറ്റ് രണ്ട് മൂന്നിലും വെച്ച് കേകയപുത്രിയെടുത്താണ് കൂടുതൽ ഇഷ്ടം കൈകേയെടുത്ത്. അപ്പോൾ അതുകൊണ്ട് ആകുലമുള്ളിൽ വളർന്നത് എനിക്ക് അത്രമാത്രം വിഷമമുണ്ട്. അമ്മേ ദേവി രക്ഷിക്കണമേ, തുണയ്ക്കണമേ. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുക അംബികേ. അമ്മേ ദുർഗേ. പല പല നാമങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ, ആൾ ഒന്നാണ്.
ഒരു ഒരു കോടി കോടി തവ തിരുനാമമുള്ള എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് എത്ര നാമത്തിലും അമ്മയെ വിളിക്കാം. അമ്മയെന്നോ രമാദേവിയെന്നോ ഭദ്രകാളിയെന്നോ രത്നാഭായിന്നോ ഏതൊക്കെ ഈ ലോകത്തിലെ സർവ്വ നമ്മുടെ എല്ലാം പേരും അമ്മയുടെ പേരാ. അതുകൊണ്ട് എല്ലാ പേരിലും നമുക്ക് അമ്മ, ഏകമായ അമ്മയെ നമുക്ക് ഏത് പേരോടോ ഏത് രൂപത്തിലോ നമുക്ക് കാണാം. ഒരു കല്ലായി കാണണോ, ഒരു ഫോട്ടോ വെച്ചിട്ട് അതായിട്ട് കാണണോ, എങ്ങനെ വേണമെങ്കിലും. പക്ഷേ ഏകമായ പരമാത്മാവായിട്ട് തന്നെ ആ പരംപിതാവിൻ്റെ ഭാര്യയായ പൊരുളായിട്ട് ആ പരാശക്തി നമുക്ക് മനസ്സിൽ അങ്ങനെ ആകാവൂ. ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി, ദുഷ്കൃതങ്ങളെ അകറ്റുന്ന അമ്മേ, ദുർഗതി നീക്കണമേ, ദുർഗതി നീക്കി തുണച്ചിടുക അംബികേ, വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊത്തവും കഴുകി തുടച്ച് കളയണമേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, കാമുകനല്ലോ നൃപതി ദശരഥൻ, കാമിനി കൈകേയി ചിത്തമന്തീശ്വര. അത്രമാത്രം കാമുക സ്നേഹമാണ് ഈ രാജാവിന് കൈകേയി അടുത്ത് കാമിനിയാണ് കൈകേയി, കാമുകനാണ് ദശരഥ മഹാരാജാവ്. അതുകൊണ്ട് ചിത്തം, മനസ്സിൽ എന്താ ഈശ്വര, കൈകേയുടെ മനസ്സിൽ എന്താണെന്നറിയില്ലല്ലോ അമ്മേ ദേവി, നല്ലവണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. അങ്ങനെ നന്മ തരണമേ, എല്ലാവർക്കും നന്മ ചൊല്ലണമേ, നല്ലവണ്ണം എല്ലാം വരുത്തണമേ എന്നിങ്ങനെ നമ്മളിതെന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മളെ കുടുംബത്തിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും വേണ്ടിയും നമ്മളും ദിവസം ദിവസം ഇങ്ങനെ ഭഗവാനോടും അമ്മയോടും ദേവിയടുത്തോ പറയണം. നന്മ ചുമ്മാതെ വരത്തില്ല. നമ്മൾ അത്രത്തോളം അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് വരുന്നത്. ഏത് രീതിയിലും ആയിക്കോട്ടെ. ഇപ്പം ശ്രീരാമൻ അവിടെ അഭിഷേകം നടത്തി രാജാവാകാനല്ല ഭഗവാൻ നാരായണൻ അവതരിച്ചത്. അപ്പോൾ അമ്മ കൗസല്യമ്മയ്ക്ക് അത് അറിയത്തില്ല. അതുകൊണ്ട് ആ അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ വരേണ്ടതിനൊക്കെയല്ലേ വരത്തുള്ളൂ. പക്ഷെ ആർക്കൊരു ദോഷം ഉണ്ടാകാതെ എല്ലാം മംഗളമാക്കി തീർക്കണമെന്നല്ലേ ആ അമ്മ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഭഗവാന്റെ ഇഷ്ടം പോലെ ആണെല്ലാം സാധിക്കണം, എല്ലാം അവിടുത്തെ ഇഷ്ടം. എന്നാലും ആർക്കൊരു ദ്രോഹവും വിഷമവും ഉണ്ടാക്കല്ലേ ഭഗവാനെ, അമ്മേ ദേവി എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷാദിച്ചിരിക്കുന്ന എന്താ വരുന്നതെന്ന് അറിയില്ലല്ലോ, കൈകയുടെ മനസ്സിൽ എന്താ നമുക്ക് അറിയത്തില്ലല്ലോ. ദേവി ആർക്കും ഒരു വിഷമം ഉണ്ടാക്കല്ലേ. അങ്ങനെ വിഷാദിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ശ്രീരാമ അഭിഷേകം വിഘ്നം വരുത്തുവാൻ വിഘ്നാക്കുക. അതായത് ഇവിടെ അഭിഷേകം നടത്തി രാജാവായി പ്രജകളെ പാലിക്കാനല്ല, ഇവിടെ രാവണനെ ദുഷ്കർമ്മിയായ രാവണൻ്റെ ദുഷ്കർമ്മങ്ങളെപ്പറ്റി അതെല്ലാം നശിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് നന്മ വരുത്താൻ, ഭക്തന്മാർക്കും ദേവന്മാർക്കൊക്കെ നന്മ ഉണ്ടാക്കാനാണ് ഭഗവാനോട് വന്നത്. അതുകൊണ്ട് ഇവിടെ വിഘ്നപ്പെടുത്തിയ അത് ദേവന്മാരെല്ലാം കൂടെ വിചാരിച്ച് ഈ ദേവിയെ കൗസല്യമ്മ പ്രാർത്ഥിക്കുന്നു, ആർക്കൊരു വിഷമം വരുത്തില്ലെന്ന്. ദേവന്മാർ പ്രാർത്ഥിക്കുന്നു, അമ്മയെ ഭഗവതി പെട്ടെന്ന് തന്നെ അയോധ്യയിലേക്ക് ചെല്ലൂ അമ്മയെ, അവിടെ ഇപ്പം തന്നെ അഭിഷേകം നടത്തി രാജാവാക്കും, അതിന് വിഘ്നപ്പെടുത്തൂ എന്ന് ദേവന്മാരും ബ്രഹ്മാവും എല്ലാം കൂടെ ഭഗവതിയെ പറഞ്ഞ് ഇങ്ങോട്ട് വിടുക. നോക്കണേ. അപ്പോൾ വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു. ദേവന്മാർ, വാനവർ ദേവൻ, അതായത് ആകാശ സ്വർഗവാസികൾ, അവരാണ് പറയുന്നത് ഭഗവാനെ ഭൂമി നശിക്കുന്നു, എത്രയും ഭഗവാൻ അവിടെ അവതരിച്ച് മനുഷ്യനെ കൊണ്ടേ പറ്റൂ ഈ രാവണനെ വധിക്കാൻ, അതുകൊണ്ട് ഭഗവാൻ തന്നെ വിചാരിച്ചേ പറ്റൂ. അങ്ങനെയാണ് ഇവിടെ അപേക്ഷപ്രകാരം നാരായണൻ ശ്രീരാമനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ അഭിഷേകം നടത്താൻ ദേവന്മാർ സമ്മതിക്കുമോ? അവിടെ അമ്മേ ദേവി പെട്ടെന്ന് ചെല്ലൂ എന്ന് ദേവന്മാർ പറയുന്നു. വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോട് അപേക്ഷിച്ചു. എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി അമ്മയടുത്ത് പറയുന്നു, അപേക്ഷിക്കുന്നു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളുക വേണം. അമ്മേ ലോകത്തിൻ്റെ സർവ്വപേർക്കും ആകുന്ന അമ്മേ, അങ്ങ് പെട്ടെന്ന് തന്നെ അയോധ്യയിലേക്ക് ചെല്ലണം. എന്തിനാ? രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. അവിടുത്തെ ശ്രീരാമനെ ഭഗവാനാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ശ്രീരാമ അഭിഷേക വിഘ്നം വരുത്തണം, അത് അമ്മയെ കൊണ്ടേ നടക്കൂ. അവിടെ ആരുമില്ല വരുത്തിടുവാൻ, അവരാരും, അതായത് അയോധ്യയിൽ അവരാരും നിരൂപിച്ച് നടക്കുകയില്ല. അവിടെ അമ്മ തന്നെ, ദേവി മാതാവേ അങ്ങ് തന്നെ പോയേ പറ്റൂ. അവിടെ പെട്ടെന്ന് തന്നെ പോകണം. അവിടെ നിരൂപിച്ചാൽ ആരെക്കൊണ്ടും അതിന് നിവൃത്തിയില്ല. രാജാവ് വിചാരിച്ചാൽ, കൽപ്പന പുറപ്പെടുവിച്ചാൽ ശ്രീരാമന് അഭിഷേകം നടന്നേ പറ്റൂ. അതുകൊണ്ട് ആരെക്കൊണ്ട് സാധ്യമല്ല അത് വിഘ്നപ്പെടുത്താൻ. അതുകൊണ്ട് അവിടെ അമ്മ തന്നെ ചെല്ലണം. അങ്ങനെ ദേവന്മാരെല്ലാം അവിടെ അപേക്ഷ കൊടുത്തു. ചെന്നുടൻ എന്നിട്ട് എന്ത് പ്രവർത്തി എങ്ങനെ ചെയ്യണമെന്നുള്ള പറഞ്ഞു അമ്മയടുത്ത് പറയുന്നത് എങ്ങനെയാണ് അത് മാറ്റേണ്ടതെന്ന്. അത് അമ്മ അവിടെ ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ, അതായത് കൈകയുടെ തോഴിയ മന്ധര, അവരുടെ നാവിൽ അമ്മ വിളയാടണം. ദേവി അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതിന് ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ട് ചൊല്ലിച്ച്.
പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുറ പോലെ മന്ധരെ കൊണ്ട്, മന്ത്രയുടെ നാക്കിൽ ആരിരിക്കണം? അമ്മ. കാരണങ്ങളെല്ലാം പറയണമെങ്കിൽ അമ്മയ്ക്കല്ലേ അറിയൂ. അതുകൊണ്ട് ദേവി മന്ധരുടെ നാക്കിൽ വിളയാടിയിരുന്നു കൊണ്ട് പിന്നെ കൈകേയെടുത്ത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് കൈകേയി അത് മുഖാന്തരം രാജാവിനെ അറിയിച്ച് വിഘ്നപ്പെടുത്തണം. അതാണ് പ്ലാൻ. അങ്ങനെ ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ട് ചൊല്ലിച്ച് പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞവരനന്തരം അങ്ങനെ പറഞ്ഞു. അമ്മ ഇതെല്ലാം സാധിച്ചിട്ട് ഇങ്ങ് പോരണം. അമരന്മാർ ദേവന്മാർ പറഞ്ഞു അമ്മ ഇതെല്ലാം കൈകേയിയെ കൊണ്ട് പറയിപ്പിക്കുകയും വേണം രാജാവിനോട്. ആദ്യമേ മന്ധര പറയണം. മന്ധര ഔഷധം കുത്തിവയ്ക്കണം നാക്കുകൊണ്ട്. പറഞ്ഞ് കൈകേയിയെ വശത്താക്കണം. അല്ലാതെ കൈകേയി സമ്മതിക്കില്ല. കൈകേയി സ്വന്തം മകനെ പോലെയാണ് ശ്രീരാമനെ സ്നേഹിക്കുന്നത്. ഒരിക്കലും അഭിഷേക വിഘ്നം പറയത്തില്ല. അത്ര ഇഷ്ടമാണ് രാമൻ അഭിഷേകം ചെയ്യുന്നത് കൈകേയിക്ക്. സ്വന്തം അമ്മയെ കണക്ക് തന്നെയാണ് മകനും. ഈ ശ്രീരാമൻ ആ അമ്മ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അവർ മുടക്കിക്കോ. അതുകൊണ്ട് വേണ്ടുന്ന രീതി പറഞ്ഞ് പിടിപ്പിച്ച് അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ മന്ധരയുടെ നാക്കിൽ അമ്മ വിളയാടി അവരെ കൊണ്ട് പറയിക്കുമ്പം കൈകേയുടെ മനസ്സ് മാറ്റാം. എന്നിട്ട് കൈകേയെ കൊണ്ട് രാജാവിനോട് പറഞ്ഞ് മാറ്റിക്കണം. അതുപോലെ അമരന്മാർ പറഞ്ഞ് തിരിച്ച് അമ്മ ഇതെല്ലാം പറഞ്ഞിട്ട് ഇഞ്ഞു പോരണം. വാണിയും മന്ധരതൻ പതനാന്തരെ വാണിയിടിനാൾ ചെന്ന് ദേവകാര്യാർത്ഥമായി. അങ്ങനെ അമ്മ ചെന്ന് മന്ധരുടെ നാവിന്മേൽ ചെന്ന് ഇരുന്നു. വാണു അവിടെ പറയിപ്പിക്കാൻ, വാണി കൊണ്ട് പറയിപ്പിക്കാൻ നാവിന്മേൽ അമ്മ അവിടെ വാണിയിടുന്നു. ഇത്രയും പറഞ്ഞു കൊടുത്തു. അമ്മ അങ്ങനെ ചെയ്യുന്നു. ദേവി അപ്പോൾ ത്രിവിക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. ഈ നാക്കിലോട്ടം കൊണ്ട് ചെന്ന് ദേവി അവിടെ ഇരുന്നപ്പോൾ തന്നെ ത്രിവിക്രയാം, 3 1 2 3 അല്ലെങ്കിൽ 1 2 3 3 അർത്ഥം. പ്രഥമ ദ്വിതീയ തൃതീയ 3. അപ്പോൾ ഈ 3 വളവുള്ളവൾ, അത് ത്രിവക്ര 3 വള കൂനുള്ളവൾ കുബ്ജ. അവിടെ മന്ധര എന്നാ പേര്. അപ്പോൾ ഈ മന്ധര അപ്പോൾ ത്രിവിക്രയാം കുബ്ജയും മനസ്സിൽ കൽപ്പിച്ചങ്ങുറച്ചു. പ്രാസാദമേറിനാൾ. എവിടെ? മാളിക. പ്രാസാദത്തിൽ അവിടെ മാളികയിലായിരിക്കുന്നത് കൈകേയി. ഓരോ അമ്മമാർക്ക് ഓരോ ഭവനങ്ങൾ കാണും. അപ്പോൾ അവിടെ ചെന്ന് എന്തായാലും ഇത് അവർ ചെന്നപ്പോഴേ ഈ മന്ധര കാണുന്നുണ്ട്. എല്ലായിടവും അലങ്കരിച്ചേക്കുന്നു. കാര്യം ശ്രീരാമൻ അഭിഷേകമാണെന്ന് മന്ധര അറിഞ്ഞു. പക്ഷെ കൈകേയി അറിഞ്ഞിട്ടില്ല. ഇത് ചെന്ന് പറയാനായിട്ട് പ്രാസാദമേറിപ്പോയി. മുകളിലേക്ക് കയറി പോകുന്നു മന്ധര. ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചെന്ന് പറയാൻ, കൈകേയെ ഉണർത്താൻ. എങ്ങനെയാ ഇത് പറഞ്ഞു കൊടുത്താലേ അവരറിയൂ ഇങ്ങനെ ശ്രീരാമൻ അഭിഷേകം നടക്കുന്നെന്ന് ഇരിക്കുന്നെന്ന്. അപ്പോൾ അതിന് വേണ്ടുന്ന നല്ല മരുന്നുമായാണ് നാക്കിലായിരിക്കുന്ന മരുന്ന്, കുത്തിവയ്ക്കുന്ന മരുന്ന്. കാരണം കൈകേയുടെ മനസ്സ് മാറ്റാൻ. അങ്ങനെ അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ട് കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. അപ്പം പ്രാസാദമേറി ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ കൈകേയി മന്ധരയെ കണ്ടപ്പോൾ കൈകേയി അവളോട് ചോദിച്ചു. കൈകേയി നോക്കുമ്പോൾ അവിടെ എല്ലാം മുകളിൽ നോക്കുമ്പോൾ കാണാമല്ലോ ഇവിടെയൊക്കെ എന്തെത്ര അലങ്കാരങ്ങൾ, നന്നായി അലങ്കരിച്ചേക്കുന്നല്ലേ. ഇതൊക്കെ മനസ്സിലാക്കൊണ്ട് ഒന്നും ആരും പറയാത്തതുകൊണ്ട് കൈകേയി അറിഞ്ഞില്ല. കാരണം ഭരതനും അവിടെ ഇല്ല. ഭരതനും ശത്രുഘ്നും കൂടെ മാതുലൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ കേകയ രാജ്യത്ത് പോയേക്കുക, ഇനി വന്നിട്ടില്ല. അതുകൊണ്ട് ആ അമ്മാവൻ പറഞ്ഞു വിട്ടതനുസരിച്ചാണ് അവരെ പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ധരയോട് ചോദിക്കുന്നു, മന്ധരേ ചൊല്ലു, നീ രാജ്യം എല്ലായിടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. എന്താ മന്ധരെ ഇങ്ങനെയൊക്കെ കാണുന്നത്? ഇവിടെയൊക്കെ എന്താ അലങ്കരിച്ചേക്കുന്നത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? പറയൂ മന്ധരെ എന്ന് കൈകേയി മന്ധരെ കണ്ടപ്പോഴേ, പ്രാസാദം മേറിച്ചത് കണ്ടപ്പോഴേ ചോദിച്ചു. അപ്പോൾ നാളികലോചനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, വിശേഷമുണ്ട്. നാളികലോചനന് ശ്രീരാമന് നാളെ രാമന് അഭിഷേകം ഉണ്ടെന്ന് നിർണയമാണ്, നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോഴാണ് കൈകേയി ഇതറിയുന്നത്. അതുവരെ ഇത്രയെല്ലാം അലങ്കാരങ്ങൾ എന്താ എന്ന് അറിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് അറിഞ്ഞില്ല. അലങ്കരിച്ചൊക്കെ ഇടുന്ന കാരണം എന്താ, ഇവിടെ എന്താ വിശേഷം എന്നാണ് മന്ധരടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, നാളികലോചനാകിയ ശ്രീരാമന് നാളെ അഭിഷേകമുണ്ടെന്ന് നിശ്ചയിക്കുന്ന നിർണയം.
എന്നിട്ട് പറയുന്നത് ദേഷ്യം കൊണ്ട് വന്നിട്ട് ചോദിക്കുന്ന, എന്നിട്ട് നീ ഇതൊന്നും അറിഞ്ഞില്ലയോ? അതുകൊണ്ട് അങ്ങനെ പറയാം, ദുർഭഗേ മൂഢേ മഹാഗർഭിതേ, കിടന്ന് എപ്പോഴും നീ അങ്ങ് ഉറങ്ങണമെന്ന് ഒന്നും നീ അറിയണ്ട, നീ അങ്ങ് ഉറങ്ങിക്കോ എപ്പോഴും. ആരോട് പറയുന്നു? ഈ കൈകയെടുത്ത്. ആര് പറയുന്നു? മന്ധരയുടെ നാക്കിൽ ആരായിരിക്കുന്നത്? ദേവി. ദേവി നല്ലതായിട്ടൊക്കെ അവരെ ഗുണദോഷിക്കുക. സ്വന്തം മാതാപിതാക്കന്മാരെ എങ്ങനെയാ മക്കളെ, നീ കിടന്ന് ഉറങ്ങിക്കോ, നീ ഒന്നും അറിയണം, നീ നശിക്കാൻ പോയിരിക്കുക, നീ ഇതൊന്നും അറിയണ്ടടി, നിനക്ക് എന്താ, നിനക്ക് ഇതൊക്കെ ചിന്തിച്ചാൽ എന്താ, നിനക്ക് അറിയാത്ത എന്താ, നിനക്ക് അത്രമാ ദോഷം സംഭവിക്കാൻ പോകുക. കാരണം ഇന്നതുപോലെ കൗസല്യാമ്മയുടെ മകനാണ് ഇപ്പോൾ അഭിഷേകം നടത്താൻ, നീ ഇവിടെ ഇങ്ങനെ ഇരുന്നോ, നീ നിന്റെ മകനും കൂടെ എന്നൊക്കെ ശിക്ഷിച്ച് പറയത്തില്ലേ മാതാപിതാക്കൾ? അതുപോലെ മന്ധര അങ്ങോട്ട് കൊടുക്കുക. ദുർഭഗേ മൂഢേ മഹാഗർവിതേ, അത്രമാത്രം ഗർവം ഉള്ള നീ കിടന്നങ്ങ് എപ്പോഴും നീ ഇങ്ങനെ ഉറങ്ങിയോ, ഒന്നും അറിയാതെ, നീ ഒന്നും അറിയണ്ട, ഇവിടെ അലങ്കരിച്ചൊക്കെ ഒന്നും നീ അറിയണ്ട, അപ്പം നാളെ ശ്രീരാമന് അഭിഷേകം, നീ ഇങ്ങനെ ഒന്ന് ഉറങ്ങിക്കോ എന്ന് മന്ധര ഈ കൈകയെടുത്ത് പറഞ്ഞു. ഏറെ ഒരു ആപത്ത് വന്നെടുത്തു, നിനക്ക് ആരും ഒരു ബന്ധുവില്ലെന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കിക്കോ, നിനക്ക് ആരും ബന്ധുക്കൾ അവസാനം കാണത്തില്ല, നിനക്ക് ഏറെ ഒരു വലിയൊരു ആപത്താണ് നീ ഇപ്പം വന്നുകൊണ്ട് അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിനക്ക് ആരും ബന്ധുക്കൾ പോലും കാണത്തില്ല എന്നിവിടെ പറയാൻ കാരണം എന്താ? രാമനല്ലേ അഭിഷേകം ചെയ്യുന്ന, ഭരതനല്ലല്ലോ. അപ്പോൾ രാമൻ അഭിഷേകം ആർക്കൊക്കെ സന്തോഷം? കൗസല്യാമ്മയ്ക്കും സുമിത്രയ്ക്കും. സുമിത്രയ്ക്ക് എങ്ങനെ വരും? കാരണം ശ്രീരാമൻ എപ്പോഴും സ്നേഹം ആരോടാ? ഒന്നിച്ച് നടക്കുന്ന ലക്ഷ്മണനാ. അപ്പോൾ ഒരു ഒറ്റ കൈകോർത്ത് നടക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം സുഖമായി അനുഭവിക്കാം. നീ ഒറ്റയ്ക്ക് ഇങ്ങനെ നീ നിന്റെ മോനോട് അവിടെ ദാസന്മാരും ദാസിയായിട്ട് ഇങ്ങനെ കിടന്നോളാൻ പറയും. ഇത് കേൾക്കുമ്പോൾ അവർ മനസ്സ് മാറാൻ. അത് ആര് കൊടുക്കുന്ന വിദ്യ? ദേവി അമ്മ ഭഗവതി. ആരുടെ വായിലിരുന്നുണ്ടാ പറയുന്നേ? മന്ധരയുടെ, കുബ്ജയുടെ. അതുകൊണ്ട് ഏറൊരു ആപത്ത് വന്നെടുത്തു, നിനക്ക് ആരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. രാമ അഭിഷേകം അടുത്ത നാളുണ്ടോ? നാളെ തന്നെ ഉണ്ട്, അടുത്ത നാള്. കാരണം അടുത്ത ദിവസം തന്നെ രാമന് അഭിഷേകം ഉണ്ടോ. കാമിനിമാർ കുലമൗലി മാണിക്യമേ യുദ്ധം അവൾ ചൊന്ന് അത് കേട്ട് സംഭ്രമിച്ചുത്ഥാനവും ചെയ്ത് കയകയപുത്രിയും ചിത്രമായ ഒരു ശാമികര നൂപുരം ചിത്തമോദേന നൽകിയാളാതരാൽ. അപ്പോൾ എന്ത് വന്നവര് സന്തോഷത്തോടെ അവർ ഇരുന്നിടത്തുനിന്ന് പൊങ്ങി അങ്ങ് എഴുന്നേറ്റ് അയ്യോ ആണോ, രാമനെ അഭിഷേകം ചെയ്യുന്നു, എന്തൊരു ആനന്ദം, സന്തോഷത്തോടെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഒരു സ്വർണ്ണത്തിൽ തീർത്ത ഒരു ചിത്രം നല്ലപോലെ പണി കഴിപ്പിച്ച സ്വർണ്ണ നൂപുരം, അതായത് ചാമീകര നൂപുരം, നല്ലൊരു കുലുസ് പാദസരം അവർ സന്തോഷത്തോടെ. കാരണം ശ്രീരാമനെ അഭിഷേകം ചെയ്യും, എന്തൊരു ആനന്ദമാണ്, നമ്മുടെ മകനെ അഭിഷേകം നാളെ ഉണ്ടോ എന്ന് സന്തോഷമായിട്ട് അവർ പെട്ടെന്ന് ഇത്രയും പറഞ്ഞ സന്തോഷം കൊണ്ട് നല്ലൊരു പാദസരം എടുത്ത് കുബ്ജയ്ക്കും കൊടുത്തു, മന്ധരയ്ക്ക്. എത്ര സന്തോഷത്തിലാണ് കൊടുക്കുന്നറിയാമോ? അവരൊന്നും മനസ്സിലാക്കുന്നില്ല, അവർക്ക് സന്തോഷമേ ഉള്ളൂ. ശ്രീരാമന് അവരുടെ സ്വന്തം മകനെ പോലെയല്ല, അത് തന്നെയാണ് ആ മകനെ ഭരതനേക്കാൾ ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ചിത്രമായൊരു ചാമികര നൂപുരം, സ്വർണ്ണ നൂപുരം, സ്വർണ്ണ കുലിസ് കൊടുത്തു. ചിത്തമോദന നൽകിടിനാൾ അത്രമാത്രം സന്തോഷത്തോടെ അവർക്ക് കൊടുത്തു. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിൽ എന്ത് താപം ഉപാഗതം എന്ന് നീ എന്താ ഇങ്ങനെ, ഇത് സന്തോഷമുള്ള കാര്യമല്ലേ, നീ എന്താ പിന്നെ ഇങ്ങനെ എന്നെ ദുർഭഗയെ മൂഢെന്നൊക്കെ വിളിക്കുന്ന കാരണം നിനക്ക് എന്താ ദുഃഖം? ഇത് സന്തോഷമുള്ള കാര്യമല്ലേ? ആര് പറയുന്നു? കൈകേയി ഈ കുബ്ജിയടുത്ത് പറയുന്നു. ഇത് നല്ല കാര്യമല്ലേ, മകനെ അഭിഷേകം ചെയ്യുന്ന കാര്യം നല്ലതല്ലേ, ശ്രീരാമനെ അഭിഷേകം ചെയ്ത് കുമാരനാക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നമ്മൾ സന്തോഷിക്കേണ്ട സമയമല്ലേ. അപ്പോൾ എന്തൊരു മൂലമാണ്, എന്തൊരു കാരണം കൊണ്ടാണ് ഇവിടെ താപം ഉപാഗതമെന്ന് നീ പറയുന്നത്? നിനക്ക് വിഷമം എന്ന് പറയുന്ന കാര്യം ഇവിടെ എന്താ ആപത്ത് വരുന്നെന്നും, ദുർഭഗേ മൂഢേ മഹാഗർഭിതേ നീ ഇങ്ങനെ ഒന്ന് ഉറങ്ങിക്കോ, ഇത്രയൊക്കെ വിഷമം വരാനുള്ള കാരണം എന്താ? ശ്രീരാമനെ അഭിഷേകം നടത്താനുള്ള നല്ലൊരു കാര്യമല്ലേ അത്. അപ്പോൾ ഇവിടെ ദുഃഖിക്കേണ്ട കാര്യമാണ്, ഇവിടെ സുഖമുള്ള കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് അവർ ചോദിച്ചു. അതെന്താ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല, അതിനില്ലൊരു അവകാശമേന്ന് നിരൂപിച്ചാൽ അതിന് ദുഃഖിക്കേണ്ട ഒരവകാശവും ഇല്ലല്ലേ, അതിൻ്റെ കാരണം എന്ന് നീ അതോടെ പറഞ്ഞതാ എന്ന് കൈകേയി മന്ധരടുത്ത് ചോദിക്കുന്നത്. ഇതിനെന്താ ദുഃഖിക്കാനുള്ള കാരണം, അത് നീ എനിക്ക് പറഞ്ഞു തരൂ. ഇതിന് ദുഃഖിക്കാനുള്ള അവകാശമില്ലല്ലോ, ഓർത്താലും നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ, എന്നുടെ രാമ കുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. എനിക്ക് രാമകുമാരനോളം പ്രിയം ഭരതനോടോ മറ്റാരോടും ലക്ഷ്മണനോടോ ആരോടും ഇല്ല, അത്രമാത്രം എനിക്കിഷ്ടം എനിക്ക് ശ്രീരാമനെയാണ് എന്നാണ് കൈകേയി പറയുന്നത്. എന്നുടെ രാമകുമാരനോളം പ്രിയം. ആരായത് പറയുന്നത്? കൗസല്യ അല്ല, അത് കൈകേയിയാണ് പറയുന്നത്. അപ്പോൾ എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും മറ്റില്ല ഓർക്ക നീ. എനിക്ക് എത്രമാത്രം ഇഷ്ടം ശ്രീരാമനോടാണ്, അത് നീ മനസ്സിലാക്കൂ. പിന്നെ ഇവിടെ ദുഃഖിക്കേണ്ട കാര്യം എന്താണ്? അത്രയുമല്ല, ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹം എനിക്കേറും.
അപ്പം അത്രമാത്രം പോരാ, ഭരതനേക്കാൾ സ്വന്തം മകനേക്കാൾ മാമ എനിക്ക് പുത്രൻ രാമന് സ്നേഹം എനിക്ക് ഏറും. അതാണ് എനിക്ക് രാമൻ എൻ്റെ മകനായിട്ട് അത്രമാത്രം സ്നേഹം രാമനേക്കാൾ ഏറ്റവും എനിക്ക് ഭരതനേക്കാൾ ഏറ്റവും എനിക്ക് രാമനോടാണ് ഏറ്റവും സ്നേഹം. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. രാമനും അതുപോലെയാണ്. കൗസല്യാമ്മയാണ് സ്വന്തം അമ്മ, പക്ഷേ അവരെക്കാൾ ഏറ്റവും സ്നേഹം എന്നോടാണെന്നാണ് കൈകേയി പറയുന്നത്. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരുമില്ലെന്ന് അറിയുക നീ. ഇത്ര ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഒക്കെ ഇത്ര മറ്റാരും ഇല്ലെന്നറിയുക നീ. അത്രമാത്രമാണ് ഈ ശ്രീരാമന് എന്നോട് ഭക്തിയും വിശ്വാസവും അത്രമാത്രം ബഹുമാനവും എല്ലാം സ്വന്തം അമ്മയേക്കാൾ ഏറെ എന്നോടാണെന്ന് നീ മനസ്സിലാക്കൂ. പിന്നെ ഇവിടെ എന്താണ് ദുഃഖം വരേണ്ട കാരണം? നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. എൻ്റെ നന്ദനൻ, എൻ്റെ മകൻ എന്നാ പറയുന്നത് അവര്. എൻ്റെ മകൻ ശ്രീരാമൻ എനിക്ക് തന്നേ എന്തെങ്കിലും നല്ല വസ്തുക്കൾ കയ്യിൽ കിട്ടിയാൽ എനിക്ക് തന്നിട്ടേ മറ്റാർക്കും കൊടുക്കുകയുള്ളൂ. അത്രമാത്രം ആനന്ദലഹരിയിലിരിക്കുന്ന ഒരു മകനാണ് എനിക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ മകനേക്കാൾ. അതുപോലെ തന്നെ മകൻ എന്നോടും അങ്ങനെ തന്നെയാണ്. എനിക്ക് തന്നേ മറ്റാർക്കും കൊടുക്കുകയുള്ളൂ. ഇഷ്ടമില്ലാതൊരു വാക്ക് പറകിൽ ഒട്ടുമേ ഭേദം അവനെല്ലാം. ഒരിക്കലും ഞാൻ എന്തെങ്കിലും ഇഷ്ടക്കേടാണ് പറഞ്ഞാൽ പോലും അവൻ എന്നോട് ഒരു ഭേദവും ഇല്ല. സ്വന്തം അമ്മ പറയുന്നത് പോലെ ഉള്ളൂ. അപ്പം അത്രമാത്രം ആത്മാർത്ഥമായ സ്നേഹം, ഭക്തിയും വിശ്വാസവും ഒരു മാതാവെന്നുള്ള ഒരു ഭക്തി, ഒരു സ്നേഹം, ഒരു ദൈവീകം, ഒരു ആത്മീയം എല്ലാം അതിലടങ്ങുന്നു. ശ്രീരാമഭഗവാൻ അങ്ങനെയാണല്ലോ. അപ്പം അത്രമാത്രമുള്ള മകനോട് എന്താ നിനക്ക്? അതാണ് അശ്രാന്തം എന്നെ അത്രയും മടികൂടാതെ ശുശ്രൂഷ ചെയ്ത് ന്യായം പ്രീതിപൂർവകം എന്നെ അശ്രാന്തമല്ല. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അവിടെ തന്നെ രാപകലില്ലാതെ വിശ്രമമില്ലാതെ, അശ്രാന്തം എന്ന് പറയാൻ വിശ്രമമില്ലാതെ സന്തോഷം, ന്യായം പ്രീതിപൂർവ്വം അത്രമാത്രം ഇഷ്ടത്തോടു കൂടി ആണ് എന്നെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അശ്രാന്ത പരിശ്രമം എന്ന് കേട്ടില്ലേ? എന്താ പറയുക, അതിനൊരു വിശ്രമം. ചിലർ അവർക്ക് വിശ്രമമേ ഇല്ല, എപ്പോഴും പണി ചെയ്യുന്നവരാണ്. അതുപോലെ ഇവരുള്ള സ്നേഹം അശ്രാന്തമാണ്, അത്രമാത്രം ഇഷ്ടമാണ്, അത്രമാത്രം സമയം ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനാണ്. അതുകൊണ്ട് പറയുന്നത് അത്രമാത്രം പ്രീതിപൂർവ്വമാണ്, എന്നോട് അത്ര ഇഷ്ടപൂർവ്വമാണ് അവർ ചെയ്യുന്നത്. മൂഢേ, നിനക്കെന്തു രാമങ്കിൽ നിന്നൊരു പേടി ഉണ്ടാവാൻ അവകാശമായതും? എന്താ വിഡ്ഢി മൂഢേ, നിനക്ക് രാമങ്ങൾ ഇത്ര പേടി ഉണ്ടാകാൻ അവകാശം? രാമനെ അഭിഷേകം ചെയ്താൽ നിനക്കെന്താ ഇത്ര കുഴപ്പം? നിനക്കെന്താ ഇത്ര ഭയം? ശ്രീരാമനെ രാജാവാക്കിയാൽ ഇത്രയെല്ലാം നന്മയുള്ള ഒരു പുരുഷനെ വേണ്ടേ അഭിഷേകം ചെയ്യാൻ? എല്ലാവരോടും ഇങ്ങനെ സ്നേഹമുള്ളൊരു മകനല്ലേ, അപ്പോൾ അത് സന്തോഷിക്കല്ലേ വേണ്ടത്? അവിടെ മൂഢേ, നിനക്കെന്ത് രാമങ്ങൾ നിന്നൊരു പേടി ഉണ്ടാവാൻ അവകാശം എന്ന് മന്ധരയെടുത്ത് തിരിച്ച് ചോദിക്കുന്നു. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈര മാനസൻ, ശാന്തൻ, ദയാപരൻ. അപ്പോൾ സർവജനങ്ങൾക്കും പ്രിയനാണ് എൻ്റെ പുത്രൻ. മമാത്മജൻ, മമ എൻ്റെ, ആത്മജൻ പുത്രൻ. അപ്പോൾ എൻ്റെ മകൻ ശ്രീരാമൻ എന്നാ പറയുന്നത്, ഭരതനല്ല അവിടെ. അപ്പോൾ എൻ്റെ പുത്രൻ എല്ലാ ജനങ്ങൾക്കും പ്രിയനാണ്. പിന്നെയോ നിർവൈരമാനസനാണ്, ആരോടൊരു വൈരാഗ്യമില്ല, നിർവൈരാഗ്യം, ഒരു കുഴപ്പമില്ല, എപ്പോഴും നല്ല മനസ്സോടു കൂടിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത്രമാത്രം ഒരു ചിത്തത്തിൽ ഒരു വൈരാഗ്യമില്ലാത്തവനാണ്, ശാന്തനുമാണ്, ദയാപരനുമാണ്. കേകയപുത്രൻ വാക്കുകൾ കേട്ടവൾ ആകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ. അപ്പോൾ അങ്ങനെയെല്ലാം കേട്ടിട്ട് വീണ്ടും ഇത്രയും കേട്ടിട്ടൊന്നും കേകയപുത്രിക്ക് ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും മന്ധര പറയുന്നു, ഇനി അടുത്ത പോയിന്റ് എന്തെങ്കിലും അവരെ വശത്താക്കണ്ടേ, അഭിഷേകം മുടക്കണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിൽ സ്നേഹം കുറയുന്നില്ല. അപ്പോൾ കേകയപുത്രൻ വാക്കൾ ഇങ്ങനെ കേട്ടപ്പോൾ ആകുല ചേതസ പിന്നെയും പറയുന്നു, വിഷമത്തോട് വീണ്ടും മന്ധര പറയുവാണ്. മന്ധരയുടെ നാക്കിലിരിക്കുന്ന ദേവിയല്ലേ, ഭഗവതിയല്ലേ, അപ്പം വിഷമിച്ചുകൊണ്ട് വീണ്ടും പറയുവാണ്. അത്രമാത്രം സ്നേഹമുള്ളൊരു തള്ളയാണ്. നമ്മളൊക്കെ ഇത് സത്യം അറിയാണ്ടാണ് ചിലപ്പോൾ നമ്മളൊക്കെ പറയും, എന്നാലും കേകയപുത്രി ഇങ്ങനെ വനത്തിൽ വിട്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് ആവശ്യമാണല്ലോ. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ എനിക്കിതിന് മുമ്പ് അറിയില്ല. ഞാൻ ഈ 2 വർഷം കൊണ്ടാണ് ഇത് വായിക്കുന്നത്. അത് അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കണമെങ്കിൽ എത്തി താമസം എടുക്കുക, ആരും പറഞ്ഞു തരാനില്ല. പിന്നെ നമ്മൾ തന്നെ ഇതെല്ലാം മനസ്സിലാക്കി പരമാത്മാവിരുന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞു തരുന്നതുകൊണ്ട് ഇതൊക്കെ കുറേ മനസ്സിലാക്കുന്നു. അർത്ഥങ്ങളൊക്കെ അറിയാൻ നല്ല പാടല്ലേ ഒറ്റയ്ക്കിരുന്ന്. അപ്പോൾ ഈശ്വരൻ തന്നെ ഒരു തുണ. നമുക്ക് എന്തെങ്കിലും മക്കൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിൽ അതൊന്നും അറിവ് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ആത്മീയ ഒരു നിറവുകൊണ്ട് നമ്മൾ ഉള്ളിൽ തോന്നിച്ച് ഇതിങ്ങനെ, കാരണം കഴിഞ്ഞ വർഷം പറയാൻ എനിക്ക് ഇത്രയ്ക്ക് അറിയില്ലാണ്, ആദ്യമായിട്ട് എടുക്കുകയല്ലേ.
പിന്നെ ഇപ്പം ഒന്നും കൂടെ, ഇനി അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് കുറച്ച് മനസ്സിലാക്കണം, അതാണല്ലോ നല്ലത്. എപ്പോഴും പുതുമ ഉണ്ടാവും അപ്പോഴും. അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നു ഈ മന്ധര, ഇത്രയെല്ലാം പറഞ്ഞിട്ടും മനസ്സ് മാറുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ വീണ്ടും പറയുവാണ്, എന്താ പാവേ മഹാഭയ കാരണം കേൾക്കാതെ എനിക്ക് മഹാഭയമാണ്. നിനക്ക് എന്താ ഇത്ര ഭയം? ശ്രീരാമനെ അഭിഷേകം നടത്തിയാൽ നിനക്കെന്താ ഇത്ര വിഷമം? നിനക്ക് ഭയം എന്താണ് രാമനെ? അപ്പോൾ പറയുന്നത് പാവേ ദുഷ്ടേ പാപി, ആരെ വിളിക്കുക? കൈകേയെ വിളിക്കുക മന്ധര. പാവേ മഹാഭയ കാരണം കേൾക്കാൻ നീ, എനിക്ക് ഭയമാണ്, മഹാഭയം, ഭയവും അല്ല മഹാഭയമാണ്. അത് നീ കേൾക്കൂ, ഞാൻ പറയാം. ഭൂപതി നിന്നെ വഞ്ചിച്ചത് അറിഞ്ഞില്ലേ? രാജാവ് നിന്നെ വഞ്ചിച്ചു അത് നീ അറിഞ്ഞില്ലേന്ന്. ദശരഥ മഹാരാജ് നിന്നെ വഞ്ചിച്ചു അത് നീ അറിഞ്ഞില്ലേന്ന് അടുത്ത ചോദ്യം കൈകേയിയോട് പറയുന്നു. പാവേ മഹാഭയ കാരണം കേൾക്ക നീ, ഭൂപതി അത് രാജാവ് നിന്നെ വഞ്ചിച്ചത് അറിഞ്ഞില്ലേ? തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാണുന്നതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ട് തന്നെ ഇതും. കാരണം എന്താ, രാജ്യാഭിഷേകം നടത്തുമ്പോൾ ഇവിടെ ഭരതനും ശത്രുഘ്നും വേണ്ട, അവരെല്ലാം വെറുപ്പ് കാണിച്ചാലോ തർക്കിച്ചാലോ, അതുകൊണ്ട് നേരത്തെ അങ്ങ് പറഞ്ഞു വിട്ടതാണെന്നാണ് മന്ധര അടുത്ത പ്രയോഗം കൊടുക്കുന്നത്. നമ്മളിതിനകത്ത് വായിച്ചതാണ്. രാജ്യത്തു നിന്ന് മാതുലൻ ഇവരെ തിരക്കിയതനുസരിച്ച് ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കുന്നതാ. അമ്മാവൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ഭരതനാണ് അമ്മാവൻ, കൈകേയിയുടെ ആങ്ങള. ശത്രുഘ്നന് സുമിത്രയുടെ മകനാ, പക്ഷെ അവർ രണ്ടും ഒന്നിച്ച് നടക്കും. അതുകൊണ്ട് ലക്ഷ്മണനും ശ്രീരാമനെയും പോലെ ഭരതനും ശത്രുഘ്നും ഒന്നിച്ചേ പോകും. ഭരതൻ പോയതല്ല ശത്രുഘ്നും കൂടെ പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഭരതൻ്റെ അമ്മാവൻ തിരക്കി ചെല്ലാൻ പറഞ്ഞതനുസരിച്ചാണ് പോയേക്കുന്നത്. പക്ഷെ ഇനി വന്നിട്ടില്ല, അവരെ വിളിച്ചതുമില്ല. അവർ അവിടെ എന്തെങ്കിലും കാരണത്തിനായിരിക്കും പോയത്. അതുകൊണ്ട് ഇവിടെ അതിന് വെച്ചു കൊടുക്കുന്ന ബുദ്ധി എന്താ, മനഃപൂർവ്വം രാജാവ് അവിടേക്ക് വിട്ടതാണ്, നിന്നെ വഞ്ചിച്ച് വിട്ടതാണ്. കാരണം ഭരതനോടുണ്ടെങ്കിൽ ഈ രാജ്യാഭിഷേകം ശ്രീരാമന് കൊടുക്കാതെ ഭരതൻ തടഞ്ഞു വെച്ചാലോ അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ അങ്ങ് പറഞ്ഞു വിട്ടതാണെന്നുള്ള ഒരു ഔഷധം കുത്തിവയ്ക്കുന്നു. അതുകൊണ്ട് മാതുലനെ കാണുന്നതിനായി അയച്ചതും തൊൽപുത്രനായ നിന്റെ കൈകയുടെ പുത്രൻ ഭരതനെ ബലാലാണ് വിട്ടേക്കുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, നിന്നെ വഞ്ചിച്ച് വിട്ടതാണ്. കാരണം ശ്രീരാമന് അഭിഷേകം നടത്തുമ്പോൾ ഭരതൻ ഇവിടെ കാണാൻ പാടില്ല, കണ്ടാൽ തർക്കം ഉണ്ടാകും, മക്കൾക്കെല്ലാം തുല്യ അവകാശമില്ല. അതുകൊണ്ട് മൂത്ത മകനാണല്ലോ ഭരതനും കൈകേയിയുടെ. ശ്രീരാമന് മൂത്ത പക്ഷെ പിതാവിന് മൂത്ത മകൻ ശ്രീരാമന്, തള്ളമാർക്ക് ഭരതനും മൂത്തതാണ്, കൗസല്യമ്മയ്ക്ക് ശ്രീരാമന് മൂത്തതാണ്. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണ്, അതുകൊണ്ട് നിന്നെ വഞ്ചിച്ചതാണ്. തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ രാജാവ് മാതുലനെ കാണുന്നതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ട് തന്നെ, അത് മനസ്സിൽ അത് കൽപ്പിച്ചുറച്ചു തന്നെ വിട്ടതാണ്. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം. ഇവിടെ അഭിഷേകം ശ്രീരാമന് കൊടുത്താൽ രാജ്യ അനുഭൂതി ആർക്ക് കിട്ടും? സൗമിത്രിക്ക്, ലക്ഷ്മണന് കിട്ടും. അതും കൂടെ വെച്ച് കൊടുത്ത്. ഇപ്പം ശ്രീരാമനും ലക്ഷ്മണനും ഒന്നായി നിൽക്കുമ്പോൾ അഭിഷേകം ശ്രീരാമനെ കൊടുത്താലും അതിൻ്റെ അനുഭൂതി മൊത്തം അനുഭവിക്കുന്നത് ആരാ? ലക്ഷ്മണനായിരിക്കും, കൂടെ നടക്കില്ലേ. അതുകൊണ്ട് സൗമിത്രയുടെ അമ്മ ആരാ? സൗമിത്ര, ലക്ഷ്മണൻ്റെ അമ്മ. അപ്പോൾ സൗമിത്രയും ശ്രീരാമൻ്റെ അമ്മ കൗസല്യയും ഒന്നായി നിൽക്കും. അവർ രാജാവിൻ്റെയൊക്കെ അമ്മയായി നിൽക്കും. അപ്പോഴ് അവിടെ ഒറ്റപ്പെടുന്ന ആരാ? ഭരതനും കൈകേയിയും. ആ ഒരു ബുദ്ധിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി വായിക്കാം, നാളെയല്ല അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.